ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18ാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ആളാണ് ഞാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം, എനിക്ക് യാതൊരു വിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല. മാത്രമല്ല, എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ളൊരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. ഒരു കാര്യം, അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ, ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല. നമസ്കാരം. ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. 15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരെ കണ്ടത് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തി എന്ന രീതിയിലുള്ള വാർത്ത നൽകിയ മാധ്യമങ്ങളോടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പ്രതികരിച്ചത്. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് വാർത്ത നൽകാം, എന്നെ കൊന്നു തിന്നാനുള്ള വ്യഗ്രതയോടു കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ പല മാധ്യമങ്ങളും സമീപിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം. എനിക്കതിൽ ആരോടും വ്യക്തിപരമായ ഒരു പരാതിയുമില്ല. നിങ്ങളുടെ ജോലി ചെയ്തോളൂ. എന്നാൽ യാഥാർത്ഥ്യത്തിൻ്റെ പരിസരത്ത് നിന്നെങ്കിലും ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതായത് സത്യത്തെ വളച്ചൊടിക്കാതെ വാർത്ത കൊടുക്കണം എന്ന് പറയാതെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിസരമുണ്ടായിരിക്കണം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുള്ളത് എപ്പോഴും നല്ലതാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. ഞാൻ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സഭയിലെത്തിയത് എന്നുള്ളത് അമ്പേ കള്ളം തന്നെയാണ്. കാരണം ഒരു MLA എന്ന രീതിയിൽ ഞാൻ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കലും നിയമസഭയിൽ പ്രവേശിച്ചിട്ടില്ല. ഞാനിപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല, എങ്കിലും ഞാൻ മരിക്കുന്നതുവരെ കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസിയായിരിക്കും, കോൺഗ്രസ് പ്രവർത്തകനായിരിക്കും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പിന്നീട് നിരവധി ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പല മാധ്യമങ്ങളും ചോദിച്ചത്. ഒരുപക്ഷെ അവർക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതിന് ഉപയുക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്ത്രീയെ ഗർഭഛിദ്രം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ രാഹുലിൻ്റേത് തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ നൽകിയ മറുപടി, എൻ്റെ കേസുകൾ പലതും ഇപ്പോൾ അന്വേഷണ പരിധിയിൽ നിൽക്കുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്വേഷണ പരിധിയിലിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും മാധ്യമങ്ങൾ വീണ്ടും കുത്തി ചോദിക്കുന്നു, ഗർഭമലസിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയിൽ കേട്ട് ശബ്ദം താങ്കളുടേത് തന്നെയാണോ, യെസ് ഓർ നോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ അവർക്ക് ആവശ്യമായ ഒരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടപ്പോൾ പല മാധ്യമങ്ങളും ചോദിച്ചത്. മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് ഇതുപോലെ അവരുടെ റിപ്പോർട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ അന്വേഷണം നേരിടുന്ന ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വണ്ടിയിൽ കയറി പോകുകയായിരുന്നു.
ഇത് ഒളിച്ചോട്ടമല്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒളിച്ചോട്ടമല്ല, എനിക്കെതിരെ പല വിവാദങ്ങൾ പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ ഞാൻ മാധ്യമ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് വ്യക്തമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു സുവ്യക്തമായ ഒരു മാധ്യമ സമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് കുറച്ചുകൂടി വിശദമായ രീതിയിൽ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിരിഞ്ഞത്. അപ്പോൾ ഒരു കാരണം വെച്ചാൽ ഞാൻ മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെയോ നേതാക്കളെ സ്വാധീനിക്കുവാൻ വേണ്ടി ശ്രമിച്ചല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിനും രാഹുൽ കൃത്യമായി തന്നെയാണ് ഉത്തരം നൽകിയത്. ഞാൻ സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് സസ്പെൻഷൻ കാലാവധിയിൽ ഒരു പ്രവർത്തകൻ മറ്റു നേതാക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ആരെയൊക്കെ വിളിക്കാൻ പാടില്ല, ആരോടൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ചില ചട്ടങ്ങളൊക്കെ എനിക്കും അറിയാം. കാരണം കുറേ കാലം മുൻപ് തന്നെ ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തനത്തിനിറങ്ങിയതാണ്. പാർട്ടിക്ക് വേണ്ടി സമരങ്ങൾ ചെയ്തപ്പോൾ 18-ാം വയസ്സിൽ തന്നെ ജയിലിൽ പോയ ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചോ ഒരു പാർട്ടിയിൽ സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾ എങ്ങനെ നേതാക്കന്മാരോട് പെരുമാറണം എന്നതിനെക്കുറിച്ചും എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് അത്തരം ധാരണകളൊന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വസ്തൻ തന്നെയാണ്. മരിക്കുന്നതുവരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് തന്നിൽ നിന്നും ചില കൃത്യമായ ഉത്തരങ്ങൾ തേടിക്കൊണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കി വന്ന മാധ്യമങ്ങളെ ഒരുപക്ഷെ നിരാശനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് തിരിച്ചടി കൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ ഇനി മുതൽ എല്ലാ ദിവസവും സഭയിൽ ഉണ്ടാവുമോ? ആദ്യമേ തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതിന് യാഥാർത്ഥ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കണ്ട 2 വാർത്തകൾ മാത്രം പറയാം. ഒന്ന്, നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങൾ വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി, ചില മാധ്യമങ്ങളൊക്കെ ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത്, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18-ാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ആളാണ് ഞാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം, എനിക്ക് യാതൊരു വിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല. മാത്രമല്ല, എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ളൊരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. ഒരു കാര്യം കൂടെ ഈ ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി ഇപ്പോഴും ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ
കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, പ്രായഭേദമന്യേ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ്. ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ചുവരെഴുതുന്നു. അതുപോലെ തന്നെ സമരങ്ങൾ, ഏറ്റവും ശക്തമായ സമരങ്ങൾ. ഇന്ന് പോലും KSUവിൻ്റെ DG ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു. സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈബർ മേഖലയിൽ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തകരോടുള്ള എൻ്റെ മുൻകാലങ്ങളിൽ പദവികളിലിരിക്കുമ്പോഴും ഞാനങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല, എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല. എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പം എനിക്കൊരു പ്രവർത്തക നിലയിലുള്ള അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജ്ജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്നും പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ പ്രധാനമായും പറയേണ്ടത് പുറത്തു വന്ന അതിനൊരു വിശദീകരണം രാഹുൽ നടത്തും. ശരി ശരി അതൊന്ന് പറയാം. ശരി ശരി ഒറ്റക്കാര്യം അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ, ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി